ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കഴിക്കാവുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ 1 കപ്പ്, 4 ചുവന്നുള്ളി, 1 ഇഞ്ച് അളവിലുള്ള ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ, കടുക്, ഇത്രയുമാണ് ആവശ്യം. ഉണക്കമുളക് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിൽ പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണല്ലോ ഉപ്പ്. കൂടുതൽ ഉപ്പായാൽ വലിയ ബുദ്ധിമുട്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം. നിങ്ങൾക്ക് എത്ര കട്ടിക്ക് ചമ്മന്തിയാണ് വേണ്ടതെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. കുറച്ച് അയവിനാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം മയത്തിലല്ല, കുറച്ച് അരപ്പായിട്ട് വേണം എടുക്കാൻ. അധികം നൈസായിട്ട് അരക്കാതെ നേർപ്പിച്ച് വേണം അരച്ചെടുക്കാൻ. ഞാൻ അരച്ചുകൊണ്ട് വരാം. തേങ്ങ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കണക്കിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് കുലുക്കി അതും ഒഴിക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, കടുക് പൊട്ടുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചുവന്നുള്ളിയും ഇട്ട് ചുവന്നുള്ളിയുടെ നിറം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം എടുക്കാവുന്നതാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ഈ കടുക് പൊട്ടിയതിലോട്ട് തേങ്ങാ ചമ്മന്തി ഇങ്ങോട്ട് ഒഴിക്കുകയോ അല്ല ചമ്മന്തിയിലോട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇങ്ങോട്ട് താളിച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. തേങ്ങ പിരിഞ്ഞു പോവുകയോ മണം വ്യത്യാസം വരികയോ ഒന്നും ചെയ്യില്ല. ഇതാണ് നല്ലത്. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിയാണിത്. ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനി അടച്ചു വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ പാടാത്ത ആരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇത് പ്രവാസികൾക്കും
ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായ റെസിപ്പിയാണ്. ഇതും ദോശപ്പൊടിയും സാമ്പാറും ഉണ്ടെങ്കിൽ ഇഡലിയും ദോശയും നല്ലപോലെ കഴിക്കാം. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.